أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. نعم. കിതാബുൽ അർബഈനയിലെ 7-ാമത്തെ ഹദീസ്. അൻ അബി റുഖയ്യത തമീം ഇബ്നു ഔസിനിദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അന്നസ്വഹ. ഖുൽനാ ലിമൻ ഖാല ലില്ലാഹ് വലികിതാബിഹി വലിറസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കിതാബുൽ ഈമാനിൽ 55-ാമത്തെ ഹദീസ് നമ്പറായി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അബൂദാവൂദ്, നസായി ഇവരൊക്കെ റളിയല്ലാഹു അൻഹും അവരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജവാമിഉൽ കലിമിൽപ്പെട്ട, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉഅ്തീതു ജവാമിഉൽ കലിം. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചിട്ട് വലിയ ആശയങ്ങൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു വലിയ മുഅ്ജിസത്തും ഒരു വലിയ തൗഫീഖുമാണത്. ഈ ഹദീസിൽ എല്ലാ കാര്യങ്ങളെയും എല്ലാ വിഷയങ്ങളെയും ഈ ഹദീസിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയും. അത്രയും വിശാല അർത്ഥമുള്ള, പരിധികളില്ലാത്ത അർത്ഥമുള്ളതാണ് ഈ ഹദീസ്. ദീനിൻ്റെ അടിസ്ഥാനപരമായതും ശാഖാപരമായതുമായ എല്ലാ കാര്യങ്ങളും ഈ ഹദീസിൻ്റെ കീഴിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ വരുന്ന വലി കിതാബിഹി എന്നതിൽ, അല്ലെങ്കിൽ ലില്ലാഹി വലി റസൂലിഹി എന്നതിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് ആ വാചകങ്ങൾ. ഇങ്ങനെ പറയുന്ന ഇതിനാണ് ജവാമിഉൽ കലിം എന്ന് പറയുന്നത്. അപ്പോൾ ജവാമിഉൽ കലിമിൽപ്പെട്ട അത്രയും വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ റുഖയ്യ തമീം ഇബ്നു ഔസ് അദ്ദാരി, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, തമീമുദ്ദാരി. അവരെ ഓമനപ്പേരാണ് റുഖയ്യ എന്നുള്ളത്. അവരുടെ ഏക മകളായിരുന്നു റുഖയ്യ. അവരിലേക്ക് ചേർത്തിയിട്ടാണ് അബൂ റുഖയ്യ എന്ന് പറയുന്നത്. മഹാന്റെ ഓമനപ്പേരാണ്. അദ്ദാരി എന്ന് പറയാൻ കാരണം മഹാനവറുകളുടെ ഉപ്പ ഔസ് എന്നവരാണ്. അവരെ ഉപ്പയാണ് ദാറ് എന്നവർ. അവരുടെ പേരെങ്ങനെയായിരുന്നു? അപ്പോൾ അവരിലേക്ക് ചേർത്തിയിട്ടാണ് ദാരിയ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ബാപ്പാൻ്റെ പേര് ഇദ്രീസ് എന്നാണ്, മുഹമ്മദ് ബിൻ ഇദ്രീസ്. പക്ഷേ മഹാനവറുകളെ പറയാറുള്ളത് അശാഫിഈ എന്നാണ്. കാരണം വല്ലിപ്പമാരിൽ വളരെ പ്രസിദ്ധനായ
ഷാഫിഈ എന്ന ആള് ഉള്ളത് കൊണ്ട് ഷാഫിഈ എന്ന് പറയുന്നു. ഇവരെ വല്യപ്പമാരിൽ ദാറ് എന്നുള്ള പേരുള്ള ഒരാളുള്ളത് കൊണ്ട് ദാരി എന്ന് പറയും. പല കാരണങ്ങൾ അതിന് ഉണ്ട്. അതുപോലെ അവര് അങ്ങനെ ഒരു ആ പേരുള്ള ഒരു പ്രദേശത്തായിരുന്നു, ദാറൈനി എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പൊ ആ നാട്ടിലേക്ക് ചേർത്തിയിട്ടാണ്, ഇപ്പൊ ബുഖാറയിലേക്ക് ചേർത്തിയിട്ട് ബുഖാരി എന്ന് പറയുന്നത് പോലെ ഈ ദാറൈൻ എന്ന പ്രദേശത്തേക്ക് ചേർത്തിയിട്ടാണ് ദാരിയെ എന്ന് പറയുന്നത് എന്ന് അഭിപ്രായം. ഏതോ ആവട്ടെ, മഹാനവറുകൾ ഈ ഹിജറ 7-ാം വർഷമാണ് അവര് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരുന്നത്. അതിനുശേഷം മദീനയിൽ താമസിക്കുകയും അവസാനം മഹാനവറുകൾ മദീന വിട്ട് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മഖദ്സിലേക്ക് ചെന്ന് അവിടെ മഹാനവറുകൾ വഫാത്തായി, അവിടെ മറമാടപ്പെട്ടു ബൈത്തുൽ മുഖദ്സിൽ. അല്ലാഹു തആല നാട്ടിൽ സമാധാനം കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. 18 ഹദീസ് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു. എന്നാൽ മഹാനവറുകളും തൻ്റെ സഹചാരികളും അവര് ദിശ തെറ്റിയിട്ട് യാത്ര ചെയ്ത് ഒരു ദ്വീപിൽ എത്തിപ്പെടുകയും അവിടെ വെച്ച് ദജ്ജാലിനെ കാണുകയും, അങ്ങനെ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അതാണ് മസീഹുദ് ദജ്ജാലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഒരു മസീഹുദ് ദജ്ജാലിൽ നിന്ന് കാവൽ തേടുന്ന മസീഹുദ് ദജ്ജാലിനെ കണ്ട ആള് അവര് പറഞ്ഞ സംഭവം റസൂലുള്ളാഹി റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ മഹാനവറുകളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹിയിൽ നിന്ന് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുസ്ലിമിൽ ഒന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന ഹദീസ്. വേറെയും ഗ്രന്ഥങ്ങളിൽ കാണുന്ന 18 ഹദീസ് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തമീമുദ്ദാരി എന്ന് പറയുന്ന മഹാനെ തൊട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദജ്ജാലുമായി ബന്ധപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്തത്. ആ ഒരു മഹത്വം കൂടെ മഹാനവറുകൾക്കുണ്ട്. അപ്പോ മഹാനവറുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മഹാനവറുകൾ ഖുർആൻ പാരായണം വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അങ്ങനെ ഖുർആൻ ഓതുക, തഹജ്ജുദിൽ ഖുർആൻ ഓതുക, ഖുർആൻ ഖത്മ് തീർക്കുക, ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അദ്ദീനു അന്നസ്വീഹ. ദീന് എന്ന് പറഞ്ഞാൽ, അദ്ദീന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദീന്, ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണല്ലോ. ആ പരിശുദ്ധമായ ദീന്, അന്നസ്വീഹതു, ദീന് നസീഹത്താണ്. അത് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു പ്രയോഗമാണ്. ഹജ്ജ് അറഫയാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അറഫ. അറഫയില്ലാതെ, അറഫയിൽ നിൽക്കാതെ ഒരു സെക്കൻഡെങ്കിലും ഒരു ഹാജി അറഫയിൽ നിൽക്കാതെ അയാൾക്ക് ഹജ്ജ് ലഭിക്കുകയില്ല. അപ്പോ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അറഫയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് പറയാം. ആ പറയാൻ പറ്റുന്ന വിധത്തിൽ അത്രയും പ്രധാനപ്പെട്ടതാണ് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം അറഫ. എന്നതുപോലെ ദീന് എന്ന് പറഞ്ഞാൽ നസീഹത്താണ് എന്ന് പറയാം. നസീഹത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ദീന് എന്ന് പറഞ്ഞാൽ നസീഹത്താണ് എന്ന് പറയാം. അത്രയും പ്രധാനപ്പെട്ടതാണ് നസീഹത്ത്. അപ്പോ ഹജ്ജ് അറഫയാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ഘടകം അത് അറഫയാണ്. ദീന് നസീഹത്താണെന്ന് പറഞ്ഞാൽ ദീനിന്റെ കാതൽ, ദീനിന്റെ നെടുന്തൂൺ, ദീനിന്റെ ഏറ്റവും മുഖ്യമായ വിഷയം
നസീഹത്താകുന്നു. അള്ളാഹുവിൻ്റെ നിയമസംഹിതയാണ്. വളുഉൻ ഇലാഹിയുൻ, അതാണ് ദീനുൽ ഇസ്ലാം, ശരീഅത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ദീനിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞവരുണ്ട്. ദീനിൻ്റെ മുഖ്യമായ വിഷയം അൻ നസീഹത്തു, നസീഹത്താണ്. നസീഹത്തിൻ്റെ അർത്ഥം ഇറാദത്തുൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുക എന്നതാണ്. നമ്മൾ ആരോടാണോ നസീഹത്ത് നടത്തുന്നത്, ആ മൻസൂഹലഹു, അദ്ദേഹത്തിനിക്ക് നന്മ ഉദ്ദേശിക്കുക, അതാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ. അതിന് നല്ല മലയാളം പറയാറുള്ളത് ഗുണകാംക്ഷ എന്നാണ്. ഗുണകാംക്ഷ, ഗുണം കാക്ഷിക്കുക, ഗുണകാംക്ഷ, അതാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ. ഈ പദത്തെക്കുറിച്ച് ഡിക്ഷണറിയിൽ കാണാം, അതുപോലെ ഇതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാം. ഈ ആശയം, ഈ ഹദീസിൽ പറഞ്ഞ ഈ ആശയം ധരിപ്പിക്കുന്ന, നസീഹത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന എത്ര വിശാലമായ അർത്ഥമുണ്ടോ അതിന് പറ്റുന്ന വേറൊരു പദം അറബിയിൽ കാണില്ല എന്ന്. അതുപോലെ ലൈസ ഫീ കലാമിൽ അറബ് കലിമത്തുൻ അജ്മഉ ലി ഖൈറൈ ദുനിയ വൽ ആഖിറ മിൻഹ. അറബി കലാമിൽ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ആ ഇരു നന്മകളെയും ഒരുമിച്ച് കൂട്ടുന്ന മറ്റൊരു പദം കാണാൻ കഴിയില്ല. അത്രയും പ്രവിശാലമായ അർത്ഥമുള്ള ഈ പദം, മറ്റൊരാൾക്ക് നന്മ ഉദ്ദേശിക്കുക, ഇറാദത്തുൽ ഖൈർ, അതാണ് ഇറാദത്തുൽ ഖൈറാണ്, ഗുണകാംക്ഷയാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ നസീഹത്ത് നടത്തുക എന്നൊക്കെ പറയലുണ്ട്. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. അത് ഈ പറയുന്ന നസീഹത്തിൽപ്പെട്ട ഒരു ഭാഗമാണ്. നസീഹത്ത് എന്ന് പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ഗുണകാംക്ഷയുടെ, മറ്റൊരാൾക്ക് ഗുണം കാക്ഷിക്കുന്നതിൻ്റെ ഒരു എലമെന്റ്, ഒരു ഭാഗമാണ് അയാളെ ഉപദേശിക്കുക എന്നുള്ളത്. നസീഹത്ത് എന്ന് പറഞ്ഞതിന് ആ അർത്ഥം മാത്രമല്ല, ഇറാദത്തുൽ ഖൈർ, ഗുണകാംക്ഷ എന്ന് നമുക്ക് അതിനെ വിവക്ഷിക്കാം. നസീഹത്ത് എന്ന പദം വരുന്നത് നുസ്ഹ് എന്നതിൽ നിന്നാണ്. നുസ്ഹ് എന്ന് പറഞ്ഞാൽ ഖുലൂസ് എന്ന് പറയാം. ഇപ്പോ നസ്വഹത്തുൽ അസ്ല, തേനിനെ നമ്മൾ അതിൻ്റെ ആ തേനീച്ചയുടെ മെഴുകിൽ നിന്ന് ഇങ്ങോട്ട് അത് വേർതിരിച്ച് ശുദ്ധിയാക്കി എടുത്തു കഴിഞ്ഞാൽ, അതിന് അങ്ങനെ ചെയ്യുന്നതിന്, അത് വൃത്തിയാക്കി ശുദ്ധീകരിച്ച് എടുക്കുന്നതിന് ഈ നുസ്ഹ് എന്ന് പറയും. അതുപോലെ ഒരു തയ്യൽക്കാരൻ, അയാളൊരു ഡ്രസ്സ് അത് ആക്കേണ്ട വിധത്തിൽ, ഇപ്പോൾ ഒരു ഷർട്ടാണെങ്കിൽ അതാക്കേണ്ട വിധത്തിൽ ശരിക്ക് അദ്ദേഹം ആ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ അതിനും നസ്വഹ എന്ന് പറയും. അപ്പോൾ ചെയ്യേണ്ട കാര്യം വൃത്തിയായി ചെയ്യുക. അള്ളാഹുവിനോട് നസീഹത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നസീഹത്തുണ്ട്, അതുപോലെ ഭരണാധികാരികളോട് നസീഹത്തുണ്ട്, സാധാരണക്കാരോട് നസീഹത്തുണ്ട്. ഓരോരുത്തരോടും നമ്മൾ വർത്തിക്കേണ്ട വിധത്തിൽ വർത്തിക്കുക, ഓരോരുത്തരോടും നമ്മൾ ചെയ്യേണ്ട വിധത്തിൽ, പെരുമാറേണ്ട വിധത്തിൽ പെരുമാറുക. അപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുക, ഖുർആനിനോടുള്ള ബാധ്യത നിർവഹിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യത നിർവഹിക്കുക, മുസ്ലിമീങ്ങളുടെ നേതാക്കളോടും സാധാരണക്കാരോടുമുള്ള ബാധ്യത നിർവഹിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഈ ഒരു അർത്ഥത്തിൽ നസീഹത്ത് എന്നത് വരുമ്പോൾ ദീന് എന്ന് പറഞ്ഞാൽ നസീഹത്ത് മാത്രമാണ് എന്ന് പറയാം. അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീന് എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്. അള്ളാഹുവിനോട്, കിതാബിനോട്, റസൂലിനോട്, മുസ്ലിമീങ്ങളോട്, സാധാരണക്കാരോടും ഇമാമുമാരോടും ഇതിൽ നിന്ന് ഒഴിവായ ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇത് ജവാമിഉൽ കലിമിൽ പെട്ടതാണ് എന്ന് പറഞ്ഞതും നസീഹത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിന് ഇത്രയും വിശാലതയുണ്ട് എന്ന് പറയാനുള്ള കാരണവും അതാണ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദീനു, ദീന് എന്ന് പറഞ്ഞാൽ, അതായത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നസീഹത്തു, ഗുണകാംക്ഷയാണ്. അപ്പോൾ കൊല്ല, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആരോട്? ഖാല, ലില്ലാഹി, അള്ളാഹുവിനോടും, വലി കിതാബിഹി, പരിശുദ്ധ ഖുർആനിനോടും, വലി റസൂലിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നേതാക്കൾ, അതിൽ പണ്ഡിതന്മാർ പെടും, അതുപോലെ ഭരണാധികാരികൾ പെടും, എല്ലാവരും പെടും. അപ്പം മുസ്ലിമീങ്ങളുടെ ഇമാമുമാർ, വ ആമ്മത്തിഹിം, ആ മുസ്ലിമീങ്ങളിലെ സാധാരണക്കാർ, ഇവരോടൊക്കെ ഉള്ള നസീഹത്താണ് ദീനിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അതാണ് ദീന് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉപദേശിക്കുക എന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കുള്ള കടപ്പാടുകൾ തീർക്കുക, അള്ളാഹുവിനോട് വിശ്വസിക്കുക, അള്ളാഹുവിന് പങ്കുകാരന് ഇല്ല എന്ന് വിശ്വസിക്കുക, അതുപോലെ അള്ളാഹു തആല എല്ലാ പോരായ്മകളെ തൊട്ടും അവൻ പരിശുദ്ധനാണ് എന്ന് വിശ്വസിക്കുക. അങ്ങനെ അള്ളാഹുവിനെ പരിശുദ്ധനാക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കുക, അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക, ദോഷങ്ങൾ വെടിയുക, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുക. ഇങ്ങനെ ഇതാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ. കിതാബിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ, ഒന്ന്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. അതുപോലെ ഈ പരിശുദ്ധമായ ഖുർആൻ ഇത് അവസാനത്തെ ഗ്രന്ഥമാണെന്നും ഈ ഗ്രന്ഥം വന്നതോടുകൂടെ മറ്റു എല്ലാ ഗ്രന്ഥങ്ങളും കാലഹരണപ്പെട്ടുപോയി, മൻസൂഖായിപ്പോയി എന്നും വിശ്വസിക്കുക. അതുപോലെ ആ ഖുർആനിനോടുള്ള നസീഹത്ത് പല നിലക്കുണ്ട്. ഖുർആനിനോട് നമ്മൾ ചെയ്യേണ്ടുന്ന ഗുണം, ഖുർആനിനോടുള്ള ഗുണകാംക്ഷ എങ്ങനെയാണ്, ഖുർആനിനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഖുർആനിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അതാണ് ഖുർആനിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യുക, അതുപോലെ ഖുർആൻ ഹിഫ്ളാക്കുക, ഖുർആൻ നല്ല സ്വരത്തിലും അതിൻ്റെ തജ്വീദ് പ്രകാരവും ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ ഖുർആൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഇങ്ങനെ ഖുർആനിനെ തുറക്കുമ്പോൾ, ഖുർആൻ അടക്കുമ്പോൾ ചുംബിക്കുകയും ഇങ്ങനെ ഖുർആനിൻ്റെ ആദാബുകൾ, ഖുർആൻ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഖുർആൻ പറയുന്ന അതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഇതാണ് ഖുർആനിനോടുള്ള നസീഹത്ത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നസീഹത്ത് അന്ത്യപ്രവാചകരാണെന്ന് നമ്മൾ വിശ്വസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക. ഇങ്ങനെ ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കുകയും അവിടുത്തെ മഹബത്ത് വെക്കുകയും ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അവിടെ നിന്ന് പറയുന്നത് അനുസരിച്ച് നിസ്കരിച്ചാൽ മാത്രം പോരാ, അവിടുത്തെ മഹബത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമായ മറ്റൊരു കാര്യമാണ്. അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദാബുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇങ്ങനെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഇതാണ് മുത്തുനബിക്കുള്ള നസീഹത്ത്. ഇനി മുസ്ലിമീങ്ങളായ ഇമാമുമാർ അവരോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത്, അള്ളാഹുവിനോട് നസീഹത്ത് വേണം, ഗുണകാംക്ഷ വേണം. അള്ളാഹുവിൻ്റെ കിതാബിനോടും ആ കിതാബ് അവതരിപ്പിക്കപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഗുണകാംക്ഷ വേണം. അപ്പോൾ 3 പറഞ്ഞു: അള്ളാഹു, കിതാബ്, റസൂൽ. ഈ ഗുണകാംക്ഷ അവർക്ക് എന്തോ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, അവരോട് ഈ 3 കാര്യങ്ങളോടും നമ്മൾ പുലർത്തേണ്ട നീതി, പാലിക്കേണ്ട ആദാബ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ നസീഹത്ത് അവര് അതിനെ തൊട്ട് ഐശ്വര്യവാന്മാരാണ്. അതായത് അള്ളാഹുവിനോട് നമ്മൾ നസീഹത്ത് കാണിച്ചില്ലെങ്കിൽ അള്ളാഹുവിനൊന്നും സംഭവിക്കാനില്ല, നമുക്കാണ് കോട്ടം. ഈ 3 അങ്ങനെയാണ്. എന്നാൽ ഇനി പറയുന്ന നസീഹത്ത് മുസ്ലിമീങ്ങളുടെ ഇമാമുമാരോട്, അതിൽ ഭരണാധികാരികൾ പെടുന്നു, അതുപോലെ പണ്ഡിതന്മാർ പെടുന്നു. ഇവരോടുള്ള ഗുണകാംക്ഷ എന്ന് പറയുന്നത് അവർ പറയുന്നത് അനുസരിക്കുക, അതുപോലെ അവരിൽ നിന്ന് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉപദേശിക്കുക. ആ ഉപദേശവും ഈ ഗുണകാംക്ഷയിൽ പെടും. അതുപോലെ സാധാരണക്കാരായ ആളുകളെ നേർവഴിയിൽ നടത്തുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ നോക്കൂ, ഈ വിധത്തിൽ നമ്മൾ ഈ ഹദീസിനെ നോക്കിക്കാണുമ്പോൾ ഇതിൽ പറയാത്ത ഒരു കാര്യവുമില്ല. അള്ളാഹുവിനോട്, ഖുർആനോട്, ഖുർആനിൽ അള്ളാഹു തആല ഒന്നും ഒഴിവാക്കിയിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിൽ മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഅ്, ഖുർആനിൽ അള്ളാഹു തആല ഒന്നും വിട്ടേച്ചു പോയിട്ടില്ല. അപ്പോൾ ഖുർആനിനോട് നസീഹത്ത് വേണം, ഖുർആൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അള്ളാഹുവിനോടും റസൂലിനോടും നസീഹത്ത് വേണമെന്ന് പറയുമ്പോൾ അതിൽ എല്ലാ കാര്യവും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്ക് ഹസ്ർ വെച്ചിട്ട് തന്നെ അർത്ഥം വെക്കാം. അതായത് ദീന് എന്ന് പറഞ്ഞാൽ, അതായത് ദീനിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ദീനിൽ ഏറ്റവും മുഖ്യമായത് നസീഹത്താണ് എന്ന് അർത്ഥം വെക്കാതെ, ദീന് എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്, നസീഹത്തില്ലാതൊരു ദീനില്ല, ദീന് എന്ന് പറയുന്നത് അത് നസീഹത്ത് മാത്രമാണ് എന്ന് ഹസ്ർ ചെയ്തിട്ട് തന്നെ അവിടെ അർത്ഥം വെക്കാൻ കഴിയും. കാരണം ഇതിൽ വിട്ടുപോയ, അല്ലാഹു തആല നമുക്ക് തന്ന ദീനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാര്യവും ഇതിലില്ല. എല്ലാ കാര്യത്തെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഹദീസ്. കാരണം അള്ളാഹുവിനോടും കിതാബിനോടും റസൂലിനോടും നേതാക്കളോടും സാധാരണക്കാരോടും എല്ലാവരോടും എങ്ങനെ വർത്തിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണിത്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആ അള്ളാഹുവിനോട് വേണ്ടത് അങ്ങനെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണ്ടത് അങ്ങനെ, ഖുർആനോട് വേണ്ടത് അങ്ങനെ, ഈ എല്ലാ നസീഹത്തുകളും ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ അള്ളാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഹദീസിൻ്റെ ആശയം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ ഈ ദീന്, ദീനുൽ ഇസ്ലാം, ഇത് നസീഹത്താണ്. നസീഹത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ ഇറാദത്തുൽ ഖൈർ, നല്ലത് ഉദ്ദേശിക്കുക. അപ്പോൾ അള്ളാഹുവിന് നല്ലത് നമ്മൾ ഉദ്ദേശിക്കുക, അതാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത്. അപ്പോൾ അള്ളാഹുവിന് ഗുണം കിട്ടുന്ന എന്തോ കാര്യം, അള്ളാഹ്ക്ക് നേട്ടം കിട്ടുന്ന എന്തോ കാര്യം നമ്മൾ ഉദ്ദേശിക്കുക എന്നല്ല, അത് നമ്മൾ ചെയ്യുക എന്നല്ല. അള്ളാഹുവിനിക്ക് നല്ലത് ചെയ്തു കൊടുക്കുക, അള്ളാഹുവിനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തു കൊടുക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തു കൊടുക്കുക. നല്ലത്, അള്ളാഹുവിനിക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോ ആരോടൊക്കെ നമുക്ക് ഗുണകാംക്ഷ വേണം? ആർക്കൊക്കെ നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കണം? അള്ളാഹുവിനോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അവരോടൊക്കെ നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കണം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇറാദത്തുൽ ഖൈറാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ. ഗുണം കാക്ഷിക്കുക. അവർക്കെന്തോ ഗുണം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യാന്നുള്ളതല്ല. ഇപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് നമ്മൾ അനുസരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വേറൊരാൾ അനുസരിക്കുമ്പോൾ അത് നമ്മോട് അദ്ദേഹം കാണിക്കുന്ന ഒരു നന്മയാണ്. എന്നതുപോലെ അല്ലാഹു തആല പറഞ്ഞത് നമ്മൾ അനുസരിക്കുമ്പോൾ അള്ളാഹുവിനോട് നന്മ ഉദ്ദേശിക്കുകയാണ്. ഇതാണ് നല്ലത് ഉദ്ദേശിക്കുക, ഗുണം കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഈ നസീഹത്ത് ആരോടെല്ലാം വേണം? അള്ളാഹുവിനോടും ഖുർആനിനോടും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ഇമാമുമാരോടും സാധാരണക്കാരോടും എല്ലാവരോടും വേണം.